ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലാണ് ലിസ്മോർ എന്ന അതിമനോഹരമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ പട്ടണം പ്രകൃതി രമണീയമാണ്. പച്ചപ്പ് നിറഞ്ഞ ഈ പട്ടണത്തെ മനോഹരമാക്കുന്നത് ഈ നദിയാണ് വിൽസൺ. 100 വർഷത്തിലേറെയായി ചെറുതും വലുതുമായ പ്രളയങ്ങൾ ലിസ്മോറിന് സമ്മാനിച്ചതും വിൽസൺ തന്നെ. ചെങ്കുത്തായ മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ലിസ്മോർ കടൽ നിരപ്പിൽ നിന്നും 12 മീറ്റർ താഴെയാണ്. ഫെബ്രുവരി മാസമാണ് ലിസ്മോർ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയക്കെടുതിയുണ്ടായത്. നാശനഷ്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ അന്നുണ്ടായിരുന്നു. 5 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞുപോയത്. തുടർന്നു വരുന്ന പ്രളയക്കെടുതികൾ ലിസ്മോറിൻ്റെ പുരോഗതിക്ക് തന്നെ ഒരു തടസ്സമായിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് തോമസാണ്. തോമസ് 10-12 വർഷമായി കുടുംബമായി ലിസ്മോറിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. 2018-2022 നടന്ന ഫ്ലഡ് നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ തോമസിനോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മെയിൻ നമുക്ക് അലേർട്ട് വരുന്നത് ഇവിടുത്തെ എങ്ങനെ നമുക്ക് ത്രൂ സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ SCS ഇവിടുത്തെ സോഷ്യൽ ഓർഗനൈസേഷനാണ്, പിന്നെ കൗൺസില്, പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റികളുണ്ട്. പല ഇപ്പോൾ NRMA ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ഇവരുടെ എല്ലാം ഒരു കൂട്ടായ്മയോടെയാണ് അലേർട്ട് വരികയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും പിന്നെ ഇവാക്യുവേഷൻ ചെയ്യേണ്ട സമയത്ത് നേരത്തെ അലേർട്ട് വരികയും ഓരോ ഏരിയയിലോട്ട് പോകാൻ പറയും. ഇപ്പോൾ ഓരോരുത്തരും പോകാൻ പറ്റാത്തവർക്ക് ഇവാക്യുവേഷൻ സെൻ്റർ ഉണ്ട്. ഈ ഫ്ലാഷ് ഫ്ലഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുള്ളത്, അപ്പോൾ അത് വിത്തിൻ മണിക്കൂറിനുള്ളിലാണ് വെള്ളം പൊങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ അലേർട്ട് എങ്ങനെയാണ് അത് ഇവിടെ അറിയാൻ പറ്റും. കാരണം നമുക്കിവിടെ 2 ദിവസം കണ്ടിന്യൂസ് മഴയാണെങ്കിൽ ഇവിടെ എന്തായാലും ഫ്ലഡ് വരും എന്നറിയാം. കാരണം ഇവിടെയുള്ള കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ 2 ദിവസം മഴ പെയ്താൽ ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും. എസ്പെഷ്യലി നമ്മൾ കൺട്രി സൈഡിലോട്ടുള്ള റോഡുകളൊക്കെ പെട്ടെന്ന് വെള്ളം കയറും. പിന്നെ മാസീവ് റെയിൻ കാരണം ഭയങ്കര ശക്തിയായിട്ട് കാരണം അത്ര ഫാസ്റ്റായിട്ട് റെയിൻ പെയ്യുമ്പോൾ പിന്നെ അത് വെള്ളം കരയിലോട്ട് കയറുവാണ്. പെട്ടെന്നൊരു ഫ്ലാഷ് ആയിട്ടുള്ള ഫ്ലഡ് വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ വട്ടം രാത്രിയിലായിരുന്നു വന്നേ. രാത്രിയിൽ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്കായിരുന്നു വെള്ളം പൊങ്ങിയതെല്ലായിരുന്നു. അപ്പോൾ ഇവ നമ്മുടെ മലയാളി ആയ വ്യക്തികളുടെയും കാറൊക്കെ ഫ്ലഡ് അഫക്റ്റ് ആയിട്ട് പിന്നെ അത് പോയിട്ടുണ്ടല്ലേ? അതെ, പോയിട്ടുണ്ട്. മുന്നിൽ കാണുന്ന ഈ പാലമില്ലേ, ഈ പാലമൊക്കെ ഫ്ലഡിലായി. അതായത് ഈ പാലമൊക്കെ വെള്ളത്തിൻ്റെ അടിപ്പോയി. പിന്നെ ഇവിടെ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്, അതും ഫുള്ളും വെള്ളത്തിലായി. പിന്നെ ഇവിടുത്തെ അതായത് ഡബിൾ സ്റ്റോറി വീടുകൾ വരെ വെള്ളത്തിലായിരുന്നു. അതായത് ഈ വിൽസൺ റിവറിൻ്റെ അടുത്തുള്ള വീടുകൾ, കടകൾ, ഈവൻ ഷോപ്പിംഗ് സെൻ്റർ വലിയ ഷോപ്പിംഗ് സെൻ്ററാണ്, അതും വെള്ളത്തിൻ്റെ അടിയിലായി. പത്രം മാസീവായിരുന്നു. എന്തായാലും ഇനി അങ്ങനെ ഒരെണ്ണം വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇവിടെ ഒരു തിട്ടയുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 മീറ്ററോളം ഇപ്പോൾ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇനി എന്താണ് ഫർദറായിട്ട് SC/SCൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു SCS ഇവിടുത്തെ ഉള്ള കമ്മ്യൂണിറ്റി ഉള്ളവർക്കെല്ലാം അലേർട്ട് കൊടുക്കും, ഓരോ അവറിൽ എന്നാ സംഭവിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ആണെങ്കിൽ സൗത്ത് ലിസ്മോർ ഉള്ളവരോട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഏരിയ, ഇപ്പം ബാലിന, ഇവിടെ തൊട്ടടുത്തുള്ള ബാലിന. അപ്പോൾ ഇവർക്കെല്ലാം പെട്ടെന്നുള്ള അലേർട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഇവാക്യുവേഷൻ സെൻ്ററിലോട്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടോ മൂവ് ചെയ്യാൻ പറ്റും. ലിസ്മോർ വീണ്ടും പ്രളയക്കെടുതിയിൽ സൈക്ലോൺ ആൽഫ്രഡ് ചുഴലിക്കാറ്റ് എത്രത്തോളം ശക്തി പ്രാപിക്കുമെന്നറിയില്ല. ഈ പ്രാവശ്യം മഴയേക്കാൾ ശക്തി കാറ്റിനാണ്. മുൻകരുതലുകൾ അനിവാര്യം. ആവശ്യ സാധനങ്ങൾ കൂടെ കരുതുക. കാറ്റിൻ്റെ ശക്തി കൂടുന്നതിനാൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നും പുറത്തിറങ്ങാതിരിക്കുക. ഈ ദിവസവും കടന്നു പോകും എന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്.